ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ബനാന പുഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബനാനയാണ് എടുത്തിരിക്കുന്നത്. ഒരു പഴം എടുത്തിട്ട് ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യരുത്, ഇതേപോലത്തെ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നൈസാകുമ്പോൾ നമുക്കിതൊന്ന് വാട്ടാനുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്ന ടൈമിൽ അത് ഒടിഞ്ഞു പോകും. ഇനി ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഡാൽഡ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് RKG ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ RKG നെയ്യൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിവിടെ സാധാരണ നെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബനാന ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ബനാന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഉടഞ്ഞു പോകരുത്. പഴം ഉടഞ്ഞു പോവുകയാണെങ്കിൽ പുഡിംഗ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഴം ഒടിഞ്ഞു പോവാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മെല്ലെ ശ്രദ്ധിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വാട്ടിയെടുക്കാനായിട്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഴത്തിന് കുറച്ച് മധുരം കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾ അത്യാവശ്യം മധുരമൊക്കെ ഉള്ള പഴമൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ വളരെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ടുണ്ട്. നെയ്യ് പഞ്ചസാരയൊക്കെ പഴത്തിലേക്ക് നന്നായിട്ട് തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആക്കരുത്, അങ്ങനെയാണെങ്കിൽ പഴം കട്ടിയായി പോകും. അപ്പോൾ ഭയങ്കര ഹാർഡായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് 2 സൈഡും ആക്കിയെടുക്കാം. ഇതിപ്പോൾ അതാ 2 സൈഡും ആയിട്ടുണ്ട്. ഇതേപോലെ ആയാൽ മതി കേട്ടോ, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പഴം മാറ്റി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഇതേപോലത്തെ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. ഒരുപാട് ഗോൾഡൻ കളറായിട്ട് നമ്മൾ പഴം വാട്ടുന്ന പോലെയൊന്നും വേണ്ട, ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പുഡിങ്ങിനുള്ള മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 കപ്പ് പാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 ലിറ്റർ പാല്. ഈ പാലിൽ നിന്ന് കുറച്ച് പാല് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ട്, അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് ബാക്കി പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് ഉണ്ടാവുള്ളൂ കേട്ടോ പുഡിങ്. ഒരു 3 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു പുഡിങ് കിട്ടുള്ളൂ ഇത് വെച്ചിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കുറച്ചും കൂടി വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടിയൊക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ 3 ടേബിൾ സ്പൂൺ തന്നെ കറക്റ്റ് പാകമാണ് കേട്ടോ. നമ്മൾ പുഡിങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് പാകമാണ് 3 ടേബിൾ സ്പൂൺ തന്നെ. കുറച്ച് അധികമൊക്കെ പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴിക്കാൻ കഴിയില്ല, കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് പാകത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ മതിയാവും. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ നമ്മുടെ പുഡിംഗ് മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പാല് തിളപ്പിക്കാറില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കാറേ ഉള്ളൂ. അപ്പോൾ ഇതിലും അതേപോലെ നമുക്ക് പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ പഞ്ചസാരയൊക്കെ ഉരുകി പാലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെയ്യാം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാല് ചിലപ്പോൾ തിളച്ച് പോകും, അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആക്കിയെടുത്താൽ മതി.
അപ്പോൾ ഇതാ പാലൊക്കെ ഇവിടെ ചൂടായി. അപ്പോൾ ആ ടൈമിൽ നമുക്കിനി കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒട്ടും കട്ട പിടിക്കരുത്. കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ചൂടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് തണുപ്പ് പോയ ആ പാൽ തന്നെയാണ്. അതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ പുഡിംഗ് മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് പോകും. കാരണം നമ്മൾ ഈ മിക്സ് ഒഴിക്കുന്ന ടൈമിൽ തന്നെ പാല് കട്ടിയാവാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഓരോ സൈഡൊക്കെ ആയിട്ട് കട്ടയായിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് ഇളക്കിയാൽ മതി. അപ്പോഴേക്ക് തന്നെ പാല് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ 1 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇത്ര തിക്കായാൽ മതി. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഈ ഒരു തിക്കിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി ചൂടായി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആ ബനാന ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഫുള്ള് ഇട്ട് കൊടുക്കരുത്. അതിലൊരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഡിങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുഡിംഗ് മിക്സ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാണ്. ഈ ഒരു പാത്രത്തിൽ നമുക്ക് 3 പേർക്ക് കഴിക്കാനുള്ള അത്രയേ ഉള്ളൂ കേട്ടോ. 2 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എമൗണ്ടേ ഉള്ളൂ ഇത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് പാൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് 1/2 ലിറ്റർ പാലുകൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാകെ. അപ്പോൾ നമ്മുടെ മിക്സ് മൊത്തമായിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇങ്ങനെ തട്ടിക്കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇത് തട്ടിക്കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന ബനാന ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ബനാന മൊത്തമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് നട്ട്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം യൂസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്ലെയിനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ. സെറ്റാവാൻ വലിയ ടൈമൊന്നും വേണ്ട. അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇത് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാലൊക്കെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴെ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങുമാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്